അപ്പോൾ ഈ ഒരു റിസോർട്ടിലെ തന്നെ കംപ്ലീറ്റ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഐ ബട്ടൺ ലിങ്ക് കൊടുത്തേക്കാം. അത് കണ്ടു കഴിഞ്ഞ ശേഷം കാണുകയാണെങ്കിൽ കംപ്ലീറ്റ് സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നേരത്തെ വീഡിയോയിൽ വിട്ടുപോയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഏകദേശം ഒരു 60-70 മെമ്പേഴ്സിന് വരെ സിറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു ബങ്കൻ ഹാൾ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇവിടുത്തെ ആദ്യത്തെ കാറ്റഗറിയിലെ ഇഗ്ലൂ വില്ലാസാണ്. ടോട്ടൽ 3 വില്ലകൾ വരുന്നുണ്ട്. അതിലൊന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 മെമ്പേഴ്സാണ്. അതായത് അഡീഷണൽ മാട്രസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 10 അഡൽട്ടിന് വരെ ഈ ഒരു റൂമിൽ സ്റ്റേ ചെയ്യാം. ബേസിക് ആയിട്ട് വരുന്നത് 2 അഡൽട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 6000 മുതലാണ് ഇവിടെ പ്രൈസ് വരുന്നത്. അഡീഷണൽ ആയിട്ട് വരുന്ന അഡൽട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 850 റുപ്പീസ് വരും. പിന്നെ കിഡ്സ് ആണെങ്കിൽ എബവ് 6 ഇയേഴ്സ് ആണെങ്കിൽ അവർക്കൊരു 500+ വരുന്നുണ്ട്. ഇഗ്ലൂ വില്ലയിലേക്ക് കയറി വരുന്ന സമയത്ത് വരാന്തയിലായിട്ട് നിങ്ങൾക്ക് 2 ചെയറൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഫേസ് ചെയ്തിട്ട് ഇരിക്കാനും പറ്റും. ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ, തണുത്ത കാറ്റൊക്കെ ആസ്വദിച്ചിരിക്കാൻ സാധിക്കുന്നതാണ്. നേരെ ഉള്ളിലേക്ക് വരുവാണെങ്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റൂമിൽ കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസ് നോക്കുവാണെങ്കിൽ ബെഡും കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ ടിവിയും പിന്നെ ഇലക്ട്രിക് കെറ്റിൽ, കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കാണാം. ഈ ഒരു റൂമിൽ മജ്ലിസ് സംവിധാനം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് മുകളിലും സ്റ്റേ ചെയ്യാൻ സാധിക്കുന്നതാണ്. കർട്ടൻ മാറ്റിയിട്ട് കഴിഞ്ഞാൽ പുറത്തുള്ള വ്യൂവും കൂടി കിട്ടുന്നതായിരിക്കും. മറ്റ് ഫെസിലിറ്റീസ് നോക്കുവാണെങ്കിൽ ബെഡിൻ്റെ സൈഡിലായിട്ട് തന്നെ മിനി ടേബിളും ചാർജിങ് പോയിൻ്റൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ 2 ചെയറും ചെറിയൊരു മിനി ടേബിൾ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡെൻറ്റൽ കിറ്റും ടൂത്ത് പേസ്റ്റൊക്കെ ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൂമിൽ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഷെൽഫും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാൻ ആവശ്യമായിട്ടുള്ള വേസ്റ്റ് ബിന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ റൂം AC റൂംസാണ്. അതായത് ഇവിടെയുള്ള എല്ലാ റൂമുകളും AC റൂംസ് തന്നെയാണ്. പിന്നെ റൂമിൻ്റെ സ്പേഷ്യസ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ റൂമിൽ ഏകദേശം 10 മെമ്പേഴ്സിന് വരെ കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യാം. അതും എക്സ്ട്രാ മാട്രസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ റൂം അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ബാത്റൂം എല്ലാവിധ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തത് കാണാൻ പറ്റും. ഇത്രയുമാണ് ഈ ഒരു റൂമിൽ വരുന്ന ഫെസിലിറ്റീസ്. ഇഗ്ലൂ വില്ല നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടുതലും ഈ ഒരു വില്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കപ്പിൾസിനാണ്. ഫാമിലിയേക്കാൾ കൂടുതൽ കപ്പിൾസിനായിരിക്കും എൻജോയ് ചെയ്യാൻ സാധിക്കുക. ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് മുഴുവനായിട്ട് അയച്ചു തരിക. പിന്നെ ഇവിടുത്തെ ബേസിക് പ്രൈസ് 6000 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇത് കപ്പിൾസിൻ്റെ പ്രൈസാണ് കേട്ടോ. പിന്നെ സീസൺ ബേസ്ഡ് ആയിട്ട് ഇതിൻ്റെ പ്രൈസിൽ ചേഞ്ചസ് വരുന്നതായിരിക്കും. നമുക്കിനി നേരെ അടുത്ത പ്രൈവറ്റ് പൂൾ വില്ലയിലേക്ക് പോകാം.